രാവിലെ നോക്കുമ്പോൾ അറസ്റ്റ് വെള്ളമില്ല. പിന്നെ കൃഷി ഓഫീസറൊക്കെ ഇന്നലെ വന്നു നോക്കി, എന്തെങ്കിലും പരിഹാരം കാണുമെന്ന് അറിയാൻ വേണ്ടി. അല്ലാതെ ഒരു ഗൗരവമായിട്ട് എടുത്ത് ഇവർക്ക് വലിയ വിഷമത്തിലാണ്, എല്ലാവരും കരച്ചിലാണ്. കാരണം ഭീകരമായ നടത്താണ് ആളുകൾ. ഉദ്യോഗസ്ഥ തലങ്ങളിൽ എന്ത് ഹെൽപ്പ് അവർക്ക് വേണമെങ്കിലും 100% ഞങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഉറപ്പും അവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. കാലം തെറ്റി പെയ്ത മഴയിൽ 12 ഏക്കറോളം കൃഷി നശിച്ച കുന്നപ്പള്ളിയിലെ കർഷകർക്ക് നേരെ സഹായഹസ്തം നീട്ടാൻ മടിച്ച് കാർഷിക വകുപ്പ്. MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും നെൽ കർഷകരുടെ കണ്ണീരിന് പരിഹാരമായിട്ടില്ല. കൊയ്തെടുത്ത നെല്ലായതിനാൽ സഹായം നൽകാൻ വകുപ്പില്ലെന്നാണ് ഉദ്യോഗസ്ഥർ കർഷകർക്ക് നൽകിയ മറുപടി. കാലം തെറ്റിപ്പെയ്ത പേമാരിയിൽ അധ്വാനവും പ്രതീക്ഷയും വെള്ളത്തിലായ കുന്നപ്പള്ളി കൊല്ലംകോട്ട് പാടശേഖരത്തിലെ കർഷകരെ തിരിഞ്ഞുനോക്കാൻ മടിച്ച് കാർഷിക വകുപ്പ്. കുന്നപ്പള്ളിയിലെ 12 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ച് ദുരിതത്തിലായ കർഷകരുടെ ദയനീയത നേരിട്ട് കണ്ട MLAയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സഹായം ഉറപ്പു നൽകിയിട്ടും സാങ്കേതികത്വത്തിലും നിയമവ്യവസ്ഥയിലും പിടിച്ചു തൂങ്ങുകയാണ് കാർഷിക വകുപ്പ്. 12 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും കർഷകർക്ക് ഒരു സഹായധനവും ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കൊയ്തിട്ട നെൽക്കതിരിന് ഇൻഷുറൻസ് നൽകാൻ കഴിയില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ കർഷകർക്ക് നൽകിയ മറുപടി. ജനുവരി 5-ാം തീയതിയാണ് കുന്നപ്പള്ളി കൊല്ലങ്കോട്ട് പാടത്തെ 5ഓളം കർഷകരുടെ അധ്വാനത്തിനുമേൽ കണ്ണീരിന്റെ കരിനിഴൽ വീഴ്ത്തി പേമാരി തിമിർത്തു പെയ്തത്. മംഗലത്ത് മുഹമ്മദ് അലി, തട്ടാരക്കാട്ടിൽ അബ്ബാസ്, ഷമീർ ബാബു പുതുക്കുടി, കക്കാട്ടിൽ ബുഷറ, അങ്ങേതിൽ ഹംസ, ചാത്തൻ അമ്പലപ്പറമ്പിൽ തുടങ്ങിയ കർഷകരുടെ കൃഷിയാണ് വെള്ളത്തിലായത്. അപ്രതീക്ഷിതമായെത്തിയ മഴയിൽ പെരിന്തൽമണ്ണയിൽ പരക്കെ കൃഷിനാശമുണ്ടായെങ്കിലും കൊല്ലങ്കോട്ട് പാടശേഖരത്തിൽ മാത്രമാണ് കൊയ്തിട്ട വിളകൾ മഴയിൽ കുതിർന്ന് നശിച്ചുപോയത്. നിലവിൽ ഇൻഷുറൻസ് പരിരക്ഷ കൃഷിക്ക് മാത്രമായതിനാൽ വിളവിന് പരിരക്ഷ നൽകാൻ കഴിയില്ലെന്നാണ് കാർഷിക വകുപ്പ് പറയുന്നത്. MLA അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് കർഷകരുടെ ദുരിതത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും കൊല്ലങ്കോട്ടെ പാടശേഖരത്തിലെ കർഷകരുടെ കണ്ണീര് ഉണങ്ങിയിട്ടില്ല ഇതുവരെ. കടം വാങ്ങിയും പാട്ടത്തിനെടുത്തും കൃഷി ചെയ്തവർ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിൽ കഴിയുകയാണ്. കുന്നപ്പള്ളിയിലെ കർഷകരുടെ ദുരിതം സ്പെഷ്യൽ കേസായി എടുത്ത് നടപടി കാണുമെന്നാണ് അന്ന് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ കർഷകർക്ക് വാക്കു നൽകിയിരുന്നത്. എന്നാൽ സാങ്കേതികത്വം പറഞ്ഞ് വിട്ടുനിൽക്കുകയാണ് കാർഷിക വകുപ്പ് ഇപ്പോൾ. വാക്കുകൾ കൊണ്ട് പരിഹാരം കാണുവാൻ എളുപ്പമാണ്, അത് പ്രാവർത്തികമാക്കലാണ് മുഖ്യം. കണ്ണീരുണങ്ങാത്ത കണ്ണുകളുമായി അധികൃതരുടെ കനിവ് കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നെൽ കർഷകർ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.